ഒരു പുതിയ വേവ് വരുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വേവ് വരുന്നുണ്ട്. അത് നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനൊരുപാട് സാഹചര്യങ്ങൾ ചേർന്നിട്ടാണത് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഒന്ന്, ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഏകദേശം 750ഓളം ഹൈവേ പ്രൊജക്റ്റുകൾ സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അത് ഇത്രയും റോഡ് ഫെസിലിറ്റീസ്. അപ്പം ഈ സിറ്റീസ് തമ്മിലുള്ള ആക്സസ് ഭയങ്കര ഈസിയാക്കും ആ സംഗതി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബിസിനസ്സുകളോട് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പം റീസെൻ്റ്ലി ഡെവലപ്പ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകളോടും ബിസിനസ്സുകാരോടും ഒരു തെറ്റായിട്ടുള്ള സമീപനമുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു. ബിസിനസ്സുകാരൊക്കെ കുഴപ്പക്കാരാണെന്നുള്ള അതിൽ നിന്നിപ്പം ഭയങ്കര ഒരു മാറ്റം വരുന്നുണ്ട്. ആ ഒരു മാറ്റം ഇതേപോലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ക്ലബ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതേപോലെ ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് മാൻ പവർ, എഡ്യൂക്കേറ്റഡ് മാൻ പവർ, ഇങ്ങനെ കുറേ എലിമെൻറ്റുകൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുമ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ ടാപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ബിസിനസ്സുകാർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് വരിക, അപ്പം അതിനെ വേറെ നിലക്കും കൂടെ തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കേരളത്തിനകത്തുള്ളൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് സമീപിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവുക. എന്നാൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്യുകയോ നെഗറ്റീവായിട്ട് സമീപിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുക. ഞാൻ അതിനൊന്നുകൂടി വിശദീകരിക്കാം. ഇപ്പം കേരളത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, ഏതെങ്കിലും ഒരു സ്പേസ് എടുക്കാം, ഒരു ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസസിലുള്ളൊരു കമ്പനി. ബിസിനസ് ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, പുറത്തുള്ള ഒരാൾ ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് വരാത്തൊരു സാഹചര്യം മുമ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു അനുകൂല സാഹചര്യം വരുന്നതോട് എല്ലാവരും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ കേരളത്തിനകത്ത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സർവീസസിലോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള, ഇപ്പം ഗുജറാത്തിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഉള്ള ഒരു വളരെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനി ഇവിടേക്ക് വരുന്നു വിചാരിക്കുക. അവർ പക്ഷേ നമുക്കുള്ള ഒരു എഡ്ജ് ആ അർത്ഥത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള കോമ്പറ്റീവ് മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ എഡ്ജ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേ ട്രാക്ക് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റും. അതായത് ഒരു ഗ്ലോബൽ മാർക്കറ്റ്, ഇപ്പം ഈ ഒരു പുതിയ ഹൈവേ പ്രോജക്റ്റ്, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഹൈവേ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്ന വഴി നമുക്ക് മേ ബി ഒരു ലെസ് ദാൻ 24 hours ബൈ റോഡ് നമുക്ക് ബോംബെയിലെത്താൻ പറ്റും. അപ്പോൾ അത് ബാംഗ്ലൂരിലേക്കുള്ളൊരു ആക്സസ് തരുന്നത് പോലെ ബോംബെയിലേക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു എക്കോണമിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ ബിസിനസ്സുകളെ കാണാനും ആ അർത്ഥത്തിലുള്ളൊരു ലാർജർ മാർക്കറ്റിലേക്ക് ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യാനും, നമ്മുടെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലുള്ള എൻ്റർപ്രണേഴ്സിന് ഏറ്റവും വലിയ, കേരളം ഒരു ഭയങ്കര എൻ്റർപ്രൈസിങ് സ്റ്റേറ്റ് അല്ലെങ്കിലും കേരളീയർ ഭയങ്കര എൻ്റർപ്രൈസിങ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ആ എൻ്റർപ്രൈസിങ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഒരു ഓൾ ഇന്ത്യ മാർക്കറ്റിലേക്കുള്ള ഒരു എഫേർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും, അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു നാഷണൽ മാർക്കറ്റിലേക്കുള്ള എക്സ്പോഷറിലേക്ക് പോകുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ ഒന്നുകൂടി കോഷ്യസ് ആവേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഈ കമ്പനി റൂള് അല്ലെങ്കിൽ ടാക്സ് റൂൾസ്, ഇൻകം ടാക്സ് ആണെങ്കിലും കൊമേഴ്സ്യൽ ടാക്സസ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂളുകളിലൊന്നും ഭയങ്കര കെയർഫുൾ ആയിട്ടല്ല ഒരു പക്ഷേ ട്രഡീഷണൽ ബിസിനസ്സുകാരൊന്നും ചെയ്യുക. മേ ബി അതൊക്കെ ഒരു അക്കൗണ്ടൻറ്റിനെ ഏൽപ്പിച്ച് അത് അയാൾ ചെയ്യുന്ന പോലെ ചെയ്തോട്ടെ എന്നുള്ള മൂഡിലോ, അല്ലെങ്കിൽ അതിനെ അത്ര കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാത്തൊരു സാഹചര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ റെഗുലേഷൻസ് ഒക്കെ ഇപ്പം ഒരു പുറത്ത് രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് പോലെ നമ്മളിവിടുത്തെ റൂൾസിനെ അങ്ങനെ കാണാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അത് കാണേണ്ടി വരും. ഇവിടുത്തെ കമ്പനി റൂൾസ് ആണെങ്കിലും ഫിനാൻസ് മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണെങ്കിലും കൊമേഴ്സ്യൽ ടാക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണെങ്കിലും
പിന്നെ അതേപോലെ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണെങ്കിൽ ഇതിനകത്തൊക്കെ പിന്നെ കുറേയും കൂടി കെയർഫുൾ ആയിട്ടുള്ള ഒരു രൂപത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ബിസിനസ്സുകൾ വേണം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് വരുത്തുന്ന മിസ്റ്റേക്കാണ് ഒരു GP മാത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത്തരം എക്സ്പെൻഡിച്ചറുകൾ കണക്ക് കൂട്ടാതെ ലാഭകരമായ ബിസിനസ്സായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് വെഞ്ചർ ചെയ്യുക. അതുവഴിയാണ് ഇവർക്ക് പലപ്പോഴും കൊളാറ്ററൽ ഡാമേജ് സാധനങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള അതായത് നികുതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിയമപരമായിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർത്ത് കഴിഞ്ഞാലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ബിസിനസ്സുകളിലേക്കാണ് വെഞ്ചർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ വെഞ്ചർ ചെയ്യുന്ന ബിസിനസ്സിനെ അങ്ങനെയുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. ആ മാറ്റുക എന്നുള്ള ഒരു സാധനം ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യണം. ഈ ഏത് സാധനമാണെങ്കിലും ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും എക്സ്പെർട്ട് അല്ലല്ലോ. ഏത് ബിസിനസ്സുകാരനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിന് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു 5 ഏരിയ പറയുമല്ലോ. മാർക്കറ്റിംഗ് ഏരിയ, അതിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ, അതിൻ്റെ ഒരു ഫിനാൻസ് ഏരിയ, അതിൻ്റെ HR ഏരിയ, അതിൻ്റെ ഓപ്പറേഷൻസ് ഏരിയ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏരിയാസ് വരുന്നുണ്ട്. അതിനകത്ത് മിക്ക എൻ്റർപ്രണേഴ്സും ഏതെങ്കിലും 1-2 ഏരിയയിൽ മാത്രമായിരിക്കും എക്സ്പെർട്ടൈസ് ഉള്ള ഇതുണ്ടാവുക. ചില ആൾക്കാർ ഫിനാൻസിൽ വളരെ നല്ലതായിരിക്കും, ചില ആൾക്കാരിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ ഭയങ്കര ഉഷാറായിരിക്കും, ചില ആൾക്കാർ മാർക്കറ്റിങ്ങിൽ ഭയങ്കര ഉഷാറായിരിക്കും. എല്ലാ ഏരിയയിലും എക്സ്പെർട്ടൈസ് ഉണ്ടാവില്ല. അപ്പം ബാക്കിയുള്ള ഏരിയയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അസിസ്റ്റൻസ് സ്വീകരിക്കണം. അത് ബിസിനസ് ഗ്രോ ചെയ്യുന്നതിന് എല്ലാ സ്റ്റേജിലും വേണം. എല്ലായ്പ്പോഴും ഒരേ ആൾ തന്നെ അല്ലെങ്കിൽ ഒരേ ടൈപ്പുള്ള കമ്പനി തന്നെ വേണമെന്നില്ല. ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഈ സിസ്റ്റത്തിനെ വലുതാക്കുകയും ആ വലുതാക്കുന്ന പ്രോസസ്സ് വഴി ഇയാൾക്ക് കൂടുതൽ പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ കഴിയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അസിസ്റ്റൻസ് സ്വീകരിക്കുന്നതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങളോട് അതേപോലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങളോടും ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് 3 ശൈലി ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ടു ഏർലി റെസ്പോൺസാണ്. വളരെ മുമ്പേ സാധനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തയ്യാറാവും. പക്ഷേ ഇവൻ തയ്യാറായി കഴിഞ്ഞാൽ സാഹചര്യം റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു ഏർലി മൂവ് ആവുകയും അത് പരാജയപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നൊരു സാധനം ലേറ്റ് റെസ്പോൺസാണ്. എല്ലാ സാധനവും വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ റിയലൈസ് ചെയ്യാവോ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസും അത് ടു ലേറ്റാണ്. അവൻ പിന്നെ പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതിൻ്റെ നടുവിലാണ് ശരിക്കും ഒരു ഐഡിയൽ ടൈം ഉള്ളത്. കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായി ലാൻഡ് ചെയ്യണം. ആ പൊസിഷനിലേക്ക് കറക്റ്റാക്കി ലാൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് കുറേയും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അവർ അതിനകത്ത് കണ്ണ് തുറന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മേ ബി ഒരു ന്യൂ പ്ലെയർക്കോ ഒക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കുറേയും കൂടി കൃത്യമായിട്ട് അങ്ങനത്തെ പൊസിഷനിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഏത് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിലും ആ ഓപ്പർച്യൂണിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ സ്കില്ലിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ റോഡ് വരുന്നുണ്ട്, അപ്പോൾ റോഡ് സൈഡിൽ അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റിന് പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. മറ്റൊരു അപ്രോച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഫുഡ് ചെയ്യുന്നതിൽ ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്, നല്ല ഫുഡ് ടേസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ഇത് വരുമ്പോൾ ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പം ബോംബെയിൽ പോയിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്യാൻ ഇവിടുത്തെ സ്കില്ല് ഇവിടെ ഞാൻ ആർജിച്ച സ്കില്ല് അവിടേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ സ്കില്ല് തന്നെയാണ്. എൻ്റെ സ്കില്ല് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ സ്കില്ല് മാത്രമല്ല, എൻ്റെ ടീമിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് ആർജിക്കാവുന്ന ഈ സ്കിൽ സെറ്റിൻ്റെ ഒരു കൂട്ടത്തിന് ഒരു ടീമിനെ രൂപപ്പെടുത്താൻ പറ്റുന്ന അങ്ങനത്തെ കപ്പാസിറ്റീസ് ഇതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ആകുമ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മിക്കവാറും ആളുകൾ ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഈ ആദ്യം പറഞ്ഞ രൂപത്തിലാണ് ചിന്തിക്കുക. ആ ഓപ്പർച്യൂണിറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. പ്രത്യേകിച്ചും ഒരു കോമ്പറ്റീറ്റീവ് വേവ് വരുന്ന സമയത്ത് ചിലപ്പം അത്തരത്തിലുള്ള ഒരു എഫേർട്ട് പരാജയപ്പെടാനുള്ള ഭയങ്കര സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ യുണീക്കായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്കില്ലിലാണ്. എല്ലാവർക്കും സ്കില്ലുണ്ടാവും. ആ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്ത് പരാജയം ഉണ്ടാവുന്നുള്ളൂ. ഒന്ന് ഈ സ്കില്ല് ഐഡൻറ്റിഫൈ ഒന്നെൻ്റെ താല്പര്യമുള്ള മേഖല ഏതാണെന്നുള്ളത് നോക്കുക. നമ്മൾ ടയർലെസ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം, അതിൻ്റെ മുകളിൽ അതിപ്പം ഇപ്പോഴത്തെ ഫോമിൽ ഒരു കോൺക്രീറ്റ് സ്കിൽ അല്ലെങ്കിൽ പോലും നമ്മളതിന് മുകളിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് സ്കില്ലായിട്ട് കൺവേർട്ട് ആവും, നമ്മളതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ പക്ഷേ ഈ പൈസ ഉണ്ടാക്കാനുള്ള റഷ്യനിടയിൽ സ്കില്ലിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ അതൊരു വളരെ ജനറിക് ആയിട്ടുള്ള ബിസിനസ്സായിട്ട് മാറും. വളരെ ജനറിക് ആയിട്ട് ബിസിനസ്സായി മാറുന്ന സമയത്ത് കോമ്പറ്റീഷനിൽ പരാജയപ്പെടാനാണ് സാധ്യത.
അപ്പോൾ ഭയങ്കര ഫോക്കസ് വേണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. അതിപ്പം നമ്മളൊരു കോമ്പിറ്റൻസി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു നാഷണൽ ലെവലിലുള്ള കോമ്പിറ്റൻസിനോട് മാച്ച് ചെയ്യുന്നതാണെന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനകത്തുകൂടെ നമ്മൾ ആ കോമ്പിറ്റൻസി ബിൽഡ് ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനും ഈ ഫോക്കസ് ആവശ്യമാണ്, പാഷൻ ആവശ്യമാണ്. എൻഡ് ഓഫ് ദ ഡേ ഇപ്പം നമ്മൾ പിന്നെ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പ്രോസസ്സിനെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടതുണ്ടല്ലോ. പ്രോസസ്സിനെ എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് ഇഷ്ടം ഉണ്ടാവുക. നോക്കിയാൽ മതി. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിലായിരിക്കും താല്പര്യം, കഴിക്കുന്നതിലല്ല. ചില ആളുകൾക്ക് കഴിക്കുന്നതിലായിരിക്കും താല്പര്യം, ഉണ്ടാക്കുന്നതിലല്ല. അത് രണ്ട് ടേസ്റ്റാണ്. അത് രണ്ട് ടേസ്റ്റിനും വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫുഡ് കഴിക്കുന്ന ഒരാൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെയാണ് ഓരോ ഇപ്പോൾ നഴ്സിംഗ് കെയർ ഒരാളുടെ പിന്നെ ഒരു മെഡിക്കൽ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യുന്നത് ഒരാളുടെ പാഷനായിരിക്കും.